ഹരേ കൃഷ്ണ. ഹര ഹര മഹാദേവ. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് സുസ്വാഗതം. തമിഴിൽ ഗദം എന്ന് വിളിക്കപ്പെടുന്ന കലത്തിൽ നിന്നാണ് തിരുക്കടയൂർ എന്ന പേരുണ്ടായത് എന്നാണ് വിശ്വാസം. സമുദ്രമഥന സമയത്ത് കടഞ്ഞെടുത്ത അമൃതം കഴിക്കുവാൻ സകല ദേവന്മാരും ഇന്ദ്രനും അവർ ഒരു മികച്ച സ്ഥലം നോക്കി നടക്കുകയായിരുന്നു. സ്ഥലങ്ങളെല്ലാം നോക്കി അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുത്തതിന് ശേഷം അമൃത കഴിക്കുവാൻ വേണ്ടി അവർ ആ കലം എടുക്കുവാൻ നോക്കി. പക്ഷേ ഏതൊരു വലിയ കാര്യത്തിനു മുൻപും ആരാധിക്കേണ്ട വിഘ്നേശ്വരനെ ആരാധിക്കുവാൻ ദേവന്മാർ മറന്നു. അങ്ങനെ ദേവന്മാരുടെ അവിചാരിതമായ ആ അവഹേളനത്തിൽ വേദനിക്കുകയും സ്വയം അപമാനിതനാവുകയും ചെയ്ത വിഘ്നേശ്വരൻ എന്തു ചെയ്തെന്നോ ആ അമൃതകലം മോഷ്ടിച്ച് തിരുക്കടയൂരിൽ ഒളിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഗണേശൻ തൻ്റെ അച്ഛനും അമ്മയ്ക്കും സമർപ്പിച്ചൊരു ശിവലിംഗം സൃഷ്ടിച്ച് അതിനു മുകളിൽ കുറച്ച് അമൃതം ഒഴിച്ചു. അങ്ങനെ ഈ ക്ഷേത്രത്തിലെ ശിവലിംഗം അമൃതഘട്ട് ഈശ്വരൻ എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി. അതായത് സംസ്കൃതത്തിൽ നിന്നും വിവർത്തനം ചെയ്തതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അമർത്യതയിലേക്ക് നയിക്കുന്ന ഭഗവാൻ. അമർത്യത എന്നാൽ അമൃതം, അമൃത. പടി അതായത് ഘട്ടം, പ്രഭു ഈശ്വരൻ എന്നാണ്. അഭിരാമി ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ശക്തിയാൽ ഇവിടെ അവതരിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ തിരുക്കടയൂർ ക്ഷേത്രത്തിനടുത്ത് മൃഗണ്ടു എന്നൊരു മുനിയും ഭാര്യയായ മരുത്മതിയും താമസിച്ചിരുന്നു. അങ്ങനെ ഈ രണ്ടു പേരും, ഈ മുനിയും ഭാര്യയും മഹാശിവഭക്തരായിരുന്നു. വർഷങ്ങളോളം രാവും പകലും ഭഗവാനെ ആരാധിച്ചു കൊണ്ടിരുന്നു ആ ദമ്പതികൾ. അങ്ങനെ ഒരു സന്താനലബ്ധിക്കായി അപേക്ഷിച്ചു അവർ. വർഷങ്ങളോളം തപസ്സുകൾ അനുഷ്ഠിച്ച ശേഷം ആ ദമ്പതികൾക്ക് മുൻപിലായി ഭഗവാൻ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷനായി. ആ ദമ്പതികളുടെ പ്രാർത്ഥനകൾ കേട്ട് ഭഗവാൻ അവരോടായി പറഞ്ഞു: 16 വർഷം മാത്രം ജീവിക്കുന്ന പ്രതിഭാധനനായൊരു മകനെ അവർക്ക് ജനിപ്പിക്കാം എന്ന്. അല്ലെങ്കിൽ കൂടുതൽ കാലം ജീവിക്കുന്ന ബുദ്ധിശക്തി കുറഞ്ഞൊരു മകനെ അവർക്ക് നേടാം. അപ്പോൾ മുനിയും ഭാര്യയും ഇപ്രകാരം പറഞ്ഞു: 16 വർഷം ജീവിക്കുന്ന ആ ഒരു പുത്രനെ മതിയെന്ന്. മാതൃകാപരമായ മകനായ മാർക്കണ്ഡേയനെയാണ് അവർക്ക് വേണ്ടി ഭഗവാൻ അനുഗ്രഹിച്ച് ജനിപ്പിച്ചത്. അങ്ങനെ മാർക്കണ്ഡേയൻ വളർന്നു. ഒപ്പം ശിവഭക്തിയും അതീവമായി കൂടെ വളർന്നു വന്നു. പിതാവിൻ്റെ ഉപദേശപ്രകാരം മാർക്കണ്ഡേയൻ തിരുക്കടയൂരിലെ ആ ശിവലിംഗത്തെയാണ് ആരാധിച്ചത്. മാർക്കണ്ഡേയന് ആ 16 വയസ്സ് തികയുന്ന ദിവസം ഗംഗയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വെള്ളം കൊണ്ടുവരികയും ഭഗവാനെ ആരാധിക്കുകയും ധാര ചെയ്ത് ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ആ വിധിക്കപ്പെട്ട സമയം വന്നു ചേർന്നു. മരണദേവനായ യമദേവൻ കയ്യിൽ തൻ്റെ കുരുക്കും ദണ്ഡുമായി മാർക്കണ്ഡേയൻ്റെ ആത്മാവിനെ കൊണ്ടുപോകുവാൻ എത്തി. എന്നാൽ മാർക്കണ്ഡേയനാവട്ടെ ഭഗവാനെ ആലിംഗനം ചെയ്തു, ആ ശിവലിംഗത്തെ ആലിംഗനം ചെയ്തു നിന്നു. ആ സമയത്താണ് യമദേവൻ തൻ്റെ കുരുക്ക് മാർക്കണ്ഡേയനു നേരെ എറിഞ്ഞത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ കുരുക്ക് മാർക്കണ്ഡേയനൊപ്പം ആ ശിവലിംഗത്തെയും വരിഞ്ഞു മുറുക്കി. ആ സമയം തന്നെ ഭക്തവത്സലനായ സാക്ഷാൽ പരമേശ്വരൻ പ്രത്യക്ഷമാവുകയും യമദേവനോട് മാർക്കണ്ഡേയനെ തുടരുത് എന്നൊരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കാരണം മാർക്കണ്ഡേയൻ തൻ്റെ സംരക്ഷണത്തിലായിരുന്നു എന്ന് യമദേവനോടായി പറയുകയും ചെയ്തു. പക്ഷേ യമദേവൻ എന്തു ചെയ്തെന്നോ ഭഗവാൻ പറഞ്ഞത് കേൾക്കാൻ വിസമ്മതിച്ചുകൊണ്ട് വീണ്ടും കുരുക്കെറിഞ്ഞു. അങ്ങനെ മാർക്കണ്ഡേയനെയും ശിവലിംഗത്തെയും ഒരുമിച്ചൊന്നുകൂടി ബന്ധിക്കുകയും ചെയ്തു. ആ യമൻ്റെ അസാധാരണമായ അഹങ്കാരത്തിൽ കോപിച്ച ശ്രീ പരമേശ്വരൻ യമദേവനെ ചവിട്ടി തൻ്റെ കാലിൻ്റെ അടിയിൽ പിടിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല
മാർക്കണ്ഡേയനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: എന്നെന്നും നിനക്ക് 16 വയസ്സു മാത്രമായിരിക്കും. അതേസമയം യമദേവൻ ഇല്ലാതായതോടുകൂടി ഭൂമിയിൽ മരണങ്ങളൊന്നും തന്നെ പിന്നീട് ഉണ്ടായില്ല. പക്ഷേ ആളുകൾ എപ്പോഴും ജനിക്കുകയും ചെയ്യുമായിരുന്നു. ഇത്രയധികം ആളുകളുടെ ഭാരം നിമിത്തം വിശപ്പു താങ്ങാനാവാതെ, അല്ലെങ്കിൽ ആ ഭാരം താങ്ങാനാവാതെ ഭൂമിദേവി ഭഗവാനോട്, ശ്രീ പരമേശ്വരനോട് തന്നെ സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ ഭൂമിദേവതയോട് അനുകമ്പ തോന്നിയ ഭഗവാൻ യമദേവനെ മോചിപ്പിച്ചു. ഇതോട് അനുബന്ധിച്ചുള്ള കഥകൾ വേറെയുമുണ്ട്. പക്ഷേ വീണ്ടും മരണങ്ങൾ സംഭവിക്കുവാൻ ഭഗവാൻ യമദേവനെ അനുവദിച്ച ഈ ഒരു കഥ മാർക്കണ്ഡേയ മുനിയെ കൂടി ചുറ്റിപ്പറ്റിയുള്ളതാണ്. ഭഗവാനെ ആരാധിക്കുന്ന ആരെയും വധിക്കുവാൻ ഇനി ഒരിക്കലും ആരും ശ്രമിക്കരുത് എന്നാണ് യമദേവനിലൂടെ ശ്രീ പരമേശ്വരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ മഹാദേവൻ്റെ പ്രതിരൂപം ചൂണ്ടുവിരൽ ഉയർത്തിപ്പിടിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ആ ഒരു രൂപത്തിലാണ് എന്നാണ് പറയുന്നത്.